കുമരകം കൈപ്പുഴമുട്ട് പാലത്തിന് സമീപം കാർ ആറ്റിൽ വീണു. കൈപ്പുഴമുട്ട് പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി വരികെ കാർ വെള്ളത്തിൽ വീഴുകയായിരുന്നു. കാർ കണ്ടെത്തി കരയ്ക്ക് കയറ്റി. കാറിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ആളുകളുള്ളതായി സൂചനയുണ്ട്. വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? കാർ കരയിലേക്ക് കയറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, രാത്രി 8:45 കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇന്ന് രാത്രിയിൽ ആയിരുന്നു സംഭവം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, മഹാരാഷ്ട്ര സ്വദേശികളായിട്ടുള്ള 2 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ഇവരെ 2 പേരെയും ഈ കാറ് കരക്കെത്തിച്ച ശേഷം 2 പേരെയും കാറ് പൊളിച്ച് പുറത്തെടുത്ത ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ 2 പേരും മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ, അതായത് സർവീസ് റോഡ് വഴി പോകുമ്പോൾ നിയന്ത്രണം വിട്ട കാറ് കൈപ്പുഴ ആറ്റിൽ വെള്ളത്തിൽ വീഴുകയായിരുന്നു. കോട്ടയം ഭാഗത്തു നിന്നും വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലത്തിന്റെ ഇരുവശത്തെ സർവീസ് റോഡ് വഴിയിലൂടെ പോകുന്നതിനിടയിലായിരുന്നു അപകടം. കാറിന്റെ ഉള്ളിൽ നിന്നും ആളുകളുടെ നിലവിളി ശബ്ദം കേട്ടുവെന്ന് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ഇവർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് വളരെ വേഗത്തിൽ സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു. കാറ് കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. കുറെ കഴിഞ്ഞതിന് ശേഷമാണ് കാറ് കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം രാത്രി ഏറെ ഇരുട്ടിയത് കൊണ്ട് തന്നെ. സനോജ്, ഈ അപകടത്തിൽ 2 പേർ മരിച്ചു എന്നാണല്ലോ പറഞ്ഞത്. മഹാരാഷ്ട്ര സ്വദേശികളാണ്. ഇവരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവര് കുമരകത്തേക്ക് പോയ ടൂറിസ്റ്റുകൾ ആരെങ്കിലുമാണോ? അത്തരത്തിൽ വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? ഇപ്പോൾ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവരുടെ കാറിൽ നിന്നും ഒരു ID കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് സെയിൽ രാജേന്ദ്ര സർജെ എന്ന ഒരു സ്ത്രീയാണ് ഒരാള്. ഇവർക്ക് ഏകദേശം 27 വയസ്സുണ്ട് എന്നുള്ളതാണ് ഈ ആധാർ കാർഡില് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 19/8/1997 അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണോ എന്ന് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും റെന്റിനെടുത്ത കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. KL 07 CK 1439 എന്ന നമ്പറിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മന്ത്രി VN വാസവൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഊർജിതമായി തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ, അതായത് രക്ഷാപ്രവർത്തനം നടത്തുവാനും ആളുകളെ കരക്കെത്തിക്കാനും കഴിഞ്ഞിരുന്നുവെങ്കിലും കാർ വെള്ളത്തിൽ താന്നത് ഏത് പ്രദേശത്താണ് കണ്ടെത്താൻ ഇച്ചിരി അല്പം ബുദ്ധിമുട്ടുണ്ടായി. അതിനെ തുടർന്ന് ഈ ദീർഘനേരം വെള്ളത്തിൽ കാർ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാർ പുറത്തെടുത്ത ഉടൻ തന്നെ കാർ പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്ത് ഇതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും 2 പേരുടെയും മരണം സംഭവിച്ചു എന്നുള്ള ഒരു സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ. ശരി സനോജ്, വളരെ ദുഃഖകരമായ വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. കുമരകം കൈപ്പുഴമുട്ട് പാലത്തിന് സമീപം കാർ ആറ്റിൽ വീണു. 2 മഹാരാഷ്ട്ര സ്വദേശികൾ മരിച്ചു എന്ന വിവരമാണ് സനോജ് സുരേന്ദ്രൻ പങ്കുവച്ചത്.